സുഖു സാറേ, വല്ലാത്ത തലവേദന. ഒരു ഗുളിക എടുത്ത് തരട്ടെ? ഫ്ലാസ്ക് എവിടെ? അത് പിന്നെ എൻ്റെ തന്നു വിട്ടായിരുന്നു. ഞാൻ ആ ഫ്ലാസ്ക് മറന്ന് വീട്ടിൽ വെച്ചിട്ടിങ്ങി പോകുന്നു. ഞാനാണ് നടൻ, നീ എൻ്റെ മാനേജറാ. എൻ്റെ അടുത്ത് ആക്ട് ചെയ്യണ്ട. സാറിനെ കളിപ്പിക്കാൻ പറ്റുമോ? അമൃതുണ്ട്, അമൃത് ഞാൻ കൊണ്ടുപോകും. അറിയാം വിഷം. അല്ല, അത് അളവ് കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഇതിന് അളവല്പം കുറവാണ്, സാരമില്ല. പാർട്ടി ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്കിലും ഒന്നും എടോ ഇനി വന്നോളൂ. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബാത്റൂം ഉണ്ട്. സാറിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും. വേറെ ആരെയും അങ്ങോട്ട് വിടരുത്. സെല്ലി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ശല്യം ചെയ്തു. എന്താ ഇത്? നോ നോ, ഫോട്ടോ എടുക്കരുത്. നോ നോ. സത്യമായിട്ട് ഇന്ദ്ര, ഐ ലവ് യു. എന്റെ അമ്മയാണ് നിർബന്ധിച്ച് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്. ഓ ഗോഡ്, ഡാഡ് ഡാഡ്. साहब इस तरफ, दिस वे सर. Hello sir. Excuse me sir. No. It's not for toilet. No, I want sir. to tell you something. No. It's very Nobody urgent. allowed inside. Go to the top floor. Please sir. ഇന്ദ്ര, please just don't worry about it. Okay sir. I handle He's it. in the toilet. अभी toilet block है. Yeah, 1 minute. Yeah. Okay साहब. എവിടോട്ടോ പോയി? Top floor भेज दिया साहब. And साहब आप जाइए. and I love you. Thank you साहब. ഞാനിപ്പോ തിയേറ്റർ ബാത്റൂമിൽ നിന്നാ സംസാരിക്കുന്നത്. യാ അച്ഛന്റെ പുതിയ പടം. ചോദിക്കല്ലേ, എനിക്ക് ദേഷ്യം വരും. ഒരു മസാല പടം പോലെയാ. ഹീറോയിനെ മുന്നിലിരുത്തിയിട്ട് ബ്രേക്കില്ലാതെ വണ്ടി പൊക്കി കാണിക്കുക. സാധാരണ വണ്ടിക്കാ പെട്രോൾ ഒഴിക്കുക. ഇയാളാണെങ്കിൽ ഐ ഡോണ്ട് നോ ഹിറ്റ് എന്നാ പറയുന്നത്. ജനങ്ങളെ എങ്ങനെ സഹിക്കുന്നു? ഇറ്റ്സ് ലൈക്ക് റിലേഷൻ യാർ. ആൻഡ് ദ തിങ് ഈസ് ഗോഡ്. അയാൾക്ക് ഈ പ്രായത്തിൽ ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. എന്ത് ചെയ്യാ, വീട്ടിൽ ആരെങ്കിലും പറയുന്നത് കേൾക്കണ്ടേ? എനിക്ക് കള്ളം പറയാൻ പറ്റൂ? പ്രായത്തെ മാനിച്ച് ഞാൻ ഒന്നും ചോദിക്കാതിരിക്കണോ? ശരി, അതൊക്കെ പോട്ടെ. യു ആർ കമ്മിങ് ടു ദ പാർട്ടി നോ? കം ഓൺ, ഹോട്ടലിൽ റൂമൊക്കെ ഉണ്ട്, നമുക്ക് അടിച്ചു പൊളിക്കാം. നീ പേടിക്കണ്ട. ശരി, ഐ ഗോട്ട് ടു ഗോ നൗ. ബൈ ബൈ ബേബ്. വരൂ ഡോക്ടറെ. നമസ്കാരം. ഇപ്പോഴാണോ വരുന്നത്? ഒരു പാട്ട് കഴിഞ്ഞു, പതുക്കെയാണോ വരുന്നത്? അതൊന്നും സാരമല്ല. വരൂ. ഹീറോ സാറിന് സുഖമാണോ? ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടെന്ന് പറയും. സന്തോഷത്തിനും വിജയത്തിനും വെള്ളമടി തുടങ്ങിയ എങ്ങനെയാ? വെള്ളം അടിച്ചു കഴിഞ്ഞാൽ തലവേദന മാറുന്നെന്നാ പറയുന്നത്. നിങ്ങളല്ലേ ഒഴിച്ചു കൊടുക്കണേ, പറഞ്ഞൂടെ? ഞാൻ പറയുന്നത് സാർ കേക്കോ? ഷൺമുഖ, സാറ് പറയുന്ന കേൾക്കുന്നതാണ് എന്റെ ജോലി. മേഡം ഡോക്ടറല്ലേ, അപ്പം മേഡം പറയുന്ന സാർ കേൾക്കും. കൊള്ളാം, കേൾക്കുന്ന ഒരാള്. സ്പെഷ്യൽ ഗസ്റ്റ് ആണോ? കേറ്റി വിട്ടേക്ക്. साहब सर बाथरूम में गिर गए हैं. മേഡം ഒരു ചെറിയ പ്രശ്നമുണ്ട്. മേഡം ഇപ്പൊ സീറ്റിലിരിക്കണ്ട, ഇവിടെ നിന്ന് നോക്കിയാൽ മതി, പടം കാണാം. ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ ബാഗ് അല്ല, ഡോക്ടറിന്റെ ബാഗ്. എന്ത് പറ്റി? ഈസി ഓക്കേ? ഞാൻ നോക്കിയിട്ട് വരാം. आओ सर इधर. എന്താടോ ഇത്? ഇങ്ങനെ ഇവിടെ ഇട്ടിട്ടാണോ താൻ അങ്ങോട്ട് വന്നത്? ഇയാൾ എവിടെ പോയി? എടോ ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് നോക്ക്. നോബഡി ഷുഡ് എൻറ്റർ ഇൻസൈഡ് ബാത്റൂം. വർക്ക് ചെയ്യുന്നില്ലെന്ന് ബോർഡ് വെക്കേ, ലോക്ക് ചെയ്യേ. सॉरी साहब, नहीं होगा साहब. साहब ഈ ഫ്ലോർ में एक ही तो टॉयलेट है ना साहब. इंटरवल की 5 मिनट ही है. തനിക്ക് വല്ല കംപ്ലൈന്റ് പിടിക്കാൻ പോകത്തില്ലേ? കാലെ പിടി. क्या साहब? കാലെ പിടിക്കാനാ പറഞ്ഞത്. पैर पकड़ो. പേര് സുകുമാരൻ ചെട്ടിയാര്. പറഞ്ഞാലേ നീ ചെയ്യത്തുള്ളൂ. പോടാ. जी साहब. മൂക്കിടിച്ച വീണെന്ന് തോന്നുന്നു. തിരിക്കെ. പതുക്കെ. ഇരുത്ത്. എങ്ങോട്ട് പോവാ ഇത്? നേരെ ഇരി. ഒരു കാര്യം ചെയ്യ്, തൂക്കടാ. എടാ, തൂക്കി എടുക്കാൻ പറഞ്ഞപ്പോ നീ എന്തിനാ തുപ്പുന്നേ? മുझे ऊपर पोक उड़ाना है. ओ साहब ऐसा बोलो साहब. തലയെടുക്കടാ. ഹാജി. അയ്യോ, ഇങ്ങനെ ആട്ടാതടാ. ഒരു വിധത്തിൽ രക്ഷപ്പെട്ട. അയ്യോ സിക്കെ, അകത്താരാന്ന് ചോദിച്ചാ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യേ. കമ്പിളി. അയ്യോ,
അഭിനയം വേണ്ട. നല്ല വേദനയുണ്ടോ? എൻ്റെ തലയാണ് സത്യം. വെള്ളം അടിച്ചതുകൊണ്ടല്ല, ലൈറ്റ് അടിച്ചതുകൊണ്ടാ. വെള്ളം അടിക്കാതെ നിങ്ങളുടെ ജോലി നടക്കും, പക്ഷെ ലൈറ്റ് അടിക്കാതെ പറ്റുമോ? ഐ അഗ്രി. അപ്പൊ ഇനി നല്ല മരുന്ന് തരണം. തന്ന മരുന്ന് ഫലിക്കുന്നേ ഇല്ല. നോക്കട്ടെ, ആ ഷർട്ടൊന്ന് ഊരിക്കേ. അതിനൊക്കെയുള്ള സമയം കാണൂ. പാർട്ടിക്ക് പോണ്ടതാ. തലവേദന എടുക്കുന്നുണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ? അതെ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. തലവേദന മാറാൻ ഒരു ഉമ്മ വേണം. മൈ ഫോൺ ഈസ് റിംഗിങ്. ഡോക്ടർ ഡിയസ് ആയിരിക്കും. ഡോക്ടർ ഡിയസ്, MRI റിസൾട്ട് കിട്ടിയോ? ഞാൻ വരുമ്പോ കൊണ്ടുവരാം. ഡോക്ടർ തന്നെ കൊണ്ടുവരാന്നോ? ഹലോ ഹലോ. ഹലോ ഡോക്ടർ DS MD, എന്താ സുഖമല്ലേ? ഏയ്, നീയല്ലേ ഇവളെക്കാലം കൂടുതൽ പഠിച്ച MD ന്യൂറോ സർജൻ. ഇവള് സാധാരണ GP. നേരിട്ട് വരട്ടുക. Give me the phone. ഒരു മിനിറ്റ്. അല്ല, നീ തന്നെ പറ, വെള്ളം അടിക്കുന്ന ഒരു തെറ്റാണോ? തെറ്റാണ്. ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഉടനെ ഒന്നും ആള് വടിയാവില്ല, ശരിയല്ലേ? ഇതെന്താ കീടനാശിനിയാണ്? അങ്ങനെ വഴിക്കുക. നീ MD അല്ലടാ, അതിനും മേലെ. That's enough now. എന്താ Give me പറയണ്ടേ? the phone. ഒരു കാര്യം പറയാനുണ്ട്. Give it to me. പാർട്ടിക്ക് വന്നിട്ട് പറഞ്ഞാൽ മതി. അവളോടും അവിടെ വന്നിട്ട് പറഞ്ഞാൽ മതി. വന്നേക്കണം. അയ്യോ, എന്തിനാ ഫോൺ കട്ട് ചെയ്തേ? ഷോ, എനിക്ക് സംസാരിക്കണമായിരുന്നു. MRI റിസൾട്ടിന്റെ കാര്യം അറിയണ്ടേ? MRI നോക്കിയാലേ എന്റെ തലക്കകത്ത് എന്താ ഉള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ. എന്റെ കണ്ണിലേക്ക് നോക്ക്. No. വൈ? ഇത് ക്ലിനിക്. അപ്പൊ അതും ക്ലിനിക് അല്ലേ? 5 സെക്കൻഡ് മുമ്പല്ലേ അവിടെ വെച്ച് തന്നത്. അത് സ്മോൾ പെഗ്. വിട്ട് തന്ന സമയം ഒരുപാട് എടുക്കും. പിന്നെ ശ്വാസം വിടാനും പറ്റില്ല. കളർ ഇരിക്കുന്ന കണ്ട. എന്താ പാർട്ടിയില് നിങ്ങളുടെ വൈഫ് നോക്കിയിരിക്കുക. എക്സാക്ട്ലി. എന്റെ കള്ള കാമുക, പെട്ടെന്ന് പോ. ഗോ. ഓക്കെ, പാർട്ടിക്ക് വന്നേക്കാം. വെയിറ്റ്. ഇതെന്താ ഒരു വൃത്തികെട്ട സ്വഭാവം? സോനോ വിസ്കി? നോ 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 കിസ്? നോ. നൗ ഗോ. പോ. ഓ, പാർട്ടിക്ക് വന്നേക്കണം കേട്ടോ. സാറിന്റെ അടുത്ത പടം ആദിശങ്കരൻ, അത് ഓർമ്മ വേണം. പടത്തിന്റെ പൂജ, പരസ്യങ്ങളും എല്ലാം ഒരുപോലെ വരണം. ആദിശങ്കരന്റെ ഗെറ്റപ്പിൽ സാറിന്റെ പടവിട്ട് അതിന് താഴെ കല്യാണം കഴിഞ്ഞും ബ്രഹ്മചാരി, മനോരഞ്ജന്റെ മന്മത ലീലകൾ എന്നെഴുതി വരും. ആദിശങ്കരൻ പകുതിക്ക് നിൽക്കും. അവസാനം ആ ഒരു ചീത്തപ്പേര് മാറ്റിയെടുക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതിന് മുമ്പേ ഇത് എവിടേക്കാ? ആദിശങ്കറിന്റെ അഡ്വാൻസ് എമൗണ്ട് തിരിച്ചു കൊടുത്തു. എന്താ? അതെന്തിനാ? എനിക്ക് ടൈമില്ല ഇപ്പൊ പടം ചെയ്യാൻ. എന്നാര് പറഞ്ഞു? 90 ദിവസം ഞാനൊരു കാൽ ഷീറ്റ് കൊടുത്തതാ. ആ 90 ദിവസവും എനിക്ക് വേറെ ജോലിയുണ്ട്. 90 ദിവസോ? അതെന്ത് ജോലിയാ? വേറൊരു പടം ചെയ്യാനുണ്ട്. ആരുടെ കൂടെ? എന്റെ ഗുരുനാഥൻ ബാലചന്ദ്ര സാറിന്റെ ഒപ്പം. ഏതവനാ അതിന്റെ പ്രൊഡ്യൂസർ? ഞാൻ തന്നെയാ. ഓ, ശരി. നിങ്ങളുടെ അമ്മായിച്ചൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നോ? അവർക്കറിയാവോ കാര്യങ്ങൾ? പിന്നെ നീ എന്റെ മാനേജറാണോ അങ്ങേരുടെ മാനേജറാണോ? അല്ല, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ആദ്യം. സാറിന്റെ മാനേജറാ. അപ്പോൾ വേഗം തന്നെ താൻ പോയി ബാലചന്ദ്ര സാറുമായി ഒരു അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യും. അങ്ങേരുടെ സൗകര്യത്തിനനുസരിച്ച്. തനിക്ക് പറ്റുമോ ഇല്ലയോ? പറ്റും. അഡ്വക്കേറ്റിനോട് ഒരു വാക്ക്, ഒരു സംശയം ചോദിച്ചാ അത്ര തന്നെ. ഓക്കെ. ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്.